സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 5 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ടും രൂക്ഷമാണ്. അടുത്ത 5 ദിവസത്തേക്ക് സംസ്ഥാന വ്യാപകമായി മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ശ്രീനന്ദയും, തമ്പാനൂരിൽ നിന്ന് ദിസ്ന സുരേഷും, ഇടുക്കിയിൽ നിന്ന് സുബിനും ചേരുന്നു. ആദ്യം ദിസ്നയിലേക്ക് പോകാം. ദിസ്ന, ഇപ്പോൾ അവിടുത്തെ സാഹചര്യം എന്തെല്ലാമാണ്? കൃഷ്ണ, നിലവിൽ വെള്ളം ഒന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിലും അതിശക്തമായ വെള്ളക്കെട്ട് തന്നെയായിരുന്നു തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം. തമ്പാനൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മഴ പെയ്താൽ അതിശക്തമായ വെള്ളക്കെട്ടുണ്ടാകുന്നു. എന്തായാലും ജനങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരുന്നതൊക്കെ നമ്മൾ രാവിലെ കണ്ടു. ചേട്ടാ, ഒരു മഴ പെയ്താൽ മൊത്തം വെള്ളക്കെട്ടിലാവുന്ന അവസ്ഥയാണല്ലേ തിരുവനന്തപുരം? നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഈ റോഡിൽ നിന്ന് അപ്പുറത്തെ റോഡ് SS കോൾ റോഡ്, അവിടെ സ്മാർട്ട് സിറ്റി എന്നെല്ലാം പറഞ്ഞ് റോഡുണ്ടാക്കി തന്നെ മിച്ചം. ഒരു മഴ പെയ്താൽ വണ്ടി വയ്ക്കാനും പറ്റില്ല. മൊത്തം വെള്ളമല്ല പ്രോബ്ലം, ഡ്രെയിനേജ് വെള്ളമാണ് പ്രോബ്ലം. ആൾക്കാർക്ക് ഇനി അസുഖങ്ങൾ വരുന്ന അത് വേറെ. എല്ലാ ബുദ്ധിമുട്ടും കോർപ്പറേഷൻ്റെ പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. സ്മാർട്ട് റോഡ് എന്ന് തന്നെ പറയുന്നത് ഒരു പ്രയോജനവുമില്ല. കോർപ്പറേഷനെ കുറ്റം പറയാം, ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അനുഭവിക്കേണ്ട ജനങ്ങൾ അനുഭവിക്കണം, അത് തന്നെ കാര്യം. തീർച്ചയായും കൃഷ്ണ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് തന്നെയായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ ഈ മഴക്കാലത്തുണ്ടായത്. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ആളുകളുടെ ഭാഗത്തുണ്ടായത്. നേരത്തെ സംസാരിച്ച ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഡ്രെയിനേജ് വെള്ളമാണ് ഈ ഒഴുകി വരുന്നത്. അത് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനാസ്ഥ എന്ന് തന്നെ പറയുന്നു. ചേച്ചി, മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമല്ലേ? വെള്ളക്കെട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വെള്ളമല്ലേ വെള്ളം, മൊത്തത്തിൽ വെള്ളം തന്നെ. അവിടെ അപ്പുറത്ത് പോകേണ്ടവരെല്ലാം മതിൽ വഴി ഏണി വെച്ചാണ് കയറിപ്പോയത്. ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ബുദ്ധിമുട്ടെന്നാ അപ്പുറത്തോട്ട് സൈഡിലോട്ട് പോകാനേ ഒരു സഞ്ചാരത്തിന് പോകാൻ അത് വഴി കറങ്ങി തിരിഞ്ഞൊക്കെയാണ് പോയത്. കൃഷ്ണ, വലിയ ദുരിതമാണ് ഈ മഴക്കാലത്ത് ജനങ്ങൾ അനുഭവിച്ചത് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഈ കോർപ്പറേഷൻ്റെ കൃത്യമായി ഈ മലിനജലങ്ങൾ പുറത്തേക്ക് ഒഴുകാത്തത് മൂലം ഈ മഴ പെയ്യുമ്പോൾ ഈ മലിനജലമൊക്കെ തന്നെയും വീട്ടിലേക്ക് കയറി വരുന്നൊരവസ്ഥ. നേരത്തെ ആ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഇന്ന് മഴയായതുകൊണ്ട് ജോലിക്ക് പോകാൻ വൈകി ഉച്ച കഴിഞ്ഞ് അടുത്ത ഷിഫ്റ്റിന് ജോലിക്ക് കയറുകയെന്നാണ് ആ ചേച്ചി പറഞ്ഞത്. എന്തായാലും മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഇപ്പോൾ നിലവിലുള്ളത്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് 5 ദിവസം ശക്തമായ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. നമുക്കറിയാം, ഈ പല പദ്ധതികളും മഴക്കാലത്തിന് മുന്നോടിയായി ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും ഒരു മഴ പെയ്താൽ വലിയ രീതിയിൽ വെള്ളം കയറുന്നൊരു അവസ്ഥയിലേക്കാണ് തിരുവനന്തപുരം എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ കേട്ട 2 പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മഴ പെയ്താൽ നഗരത്തിലേക്കോ അല്ലെങ്കിൽ വീടിൻ്റെ അകത്തു പോലും സുരക്ഷിതമായി ഇരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ജനങ്ങൾക്കുണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ വ്യാപാരികളൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രാവിലെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. എന്തായാലും വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചതിനെ സംബന്ധിച്ചും ചില വിമർശനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. കാരണം 6:25 ശേഷമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ടെന്നൊരു പ്രഖ്യാപനവും വന്നത്. അതൊക്കെ തന്നെ വലിയ രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു സമീപനമായിരുന്നു കൃഷ്ണ. ശരി ദിസ്ന. മറ്റു സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. അടുത്തതായി ഗോകുൽ രമേശിലേക്ക് പോകാം. ഗോകുൽ, ഇനി വരുന്ന ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ മഴക്കെടുതി മുന്നിൽ കണ്ടുകൊണ്ട് ജില്ലയിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുത്തിരിക്കുന്നത്? കൃഷ്ണപ്രിയ, പത്തനംതിട്ട ജില്ലയിൽ ഇന്നത്തെ ദിവസം ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ വരെ ശക്തമായിട്ടുള്ള മഴ ജില്ലയിൽ തുടർന്നിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച മഴ അവസാനിച്ചത് ഇന്ന് പുലർച്ചയോട് കൂടിയിട്ടാണ്. ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാവിലെ മുതൽ ഇതുവരെ എന്തായാലും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ട് ഉണ്ട്. ചെറിയ രീതിയിലൊക്കെ ജില്ലയുടെ പലയിടത്തും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ഇലന്തൂരിലാണ്. ഇലന്തൂരിലൊരു വീടിനോട് ചേർന്ന് അവരുടെ മിറ്റം പൂർണ്ണമായിട്ടും ഇന്നലെ പെയ്ത മഴയിൽ മിറ്റം പൂർണ്ണമായിട്ടും മണ്ണിടിഞ്ഞ് നീങ്ങി ആ മതിലുൾപ്പെടെ പൊളിഞ്ഞു നീങ്ങിയ കാഴ്ചയാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ശക്തമായിട്ടുള്ള മഴ പെയ്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ വീടും പുരയിടവുമാണ്. ആ വീടിനോട് ചേർന്ന മുറ്റമടക്കമാണ്. മുറ്റത്ത് മതിൽ കെട്ടി പൊക്കിയിരുന്നു. ആ
പ്രധാന ഭാഗങ്ങളെല്ലാം കരിങ്കൽ ഉൾപ്പെടെ പൊളിഞ്ഞ് താഴേക്ക് വീഴുന്ന ഒരവസ്ഥ ഇന്നലെ ഉണ്ടായി. എന്തായാലും കൂടുതൽ ഭാഗത്തേക്ക് മണ്ണിടിച്ചിൽ അല്പം കൂടി മുകളിലേക്ക് പോയിരുന്നെങ്കിൽ ആ വീടിനെ അടക്കം സാരമായിട്ട് ബാധിച്ചേക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. വീട് ഈ ഇടിഞ്ഞു തുടങ്ങിയതിൽ നിന്നും അല്പം ദൂരം മാത്രമാണ് വീടിൻ്റെ ഭിത്തിയുള്ളത്. അല്പം കൂടി മണ്ണിടിയുകയായിരുന്നെങ്കിൽ വീട് ഉൾപ്പെടെ തകരാനുള്ള സാധ്യത ഉണ്ടായേനെ. എന്തായാലും അത്രയും സംഭവിച്ചില്ല. എന്തായാലും ആ മതിൽ പൂർണ്ണമായിട്ടും ഇടിഞ്ഞു താഴ്ന്നു, മണ്ണുൾപ്പെടെ ഇടിഞ്ഞു താഴുകയും ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ ചിലയിടങ്ങളിൽ ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ മാത്രമാണ് എന്തായാലും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റ് കനത്ത രീതിയിലുള്ള അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇതിനോടകം എങ്ങും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒപ്പം ഈ രാവിലെ മുതൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ആശ്വാസപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നിലവിലിപ്പോൾ ഉള്ളത്. എന്തായാലും മലയോര മേഖലയിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഭാഗങ്ങളിലൊക്കെ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം ജില്ലയിലെ നദികളിൽ ജലനിരപ്പ് കാര്യമായിട്ട് ഉയർന്നു തുടങ്ങിയിട്ടില്ല. എന്തായാലും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ആശങ്കാജനകമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് ജില്ലയിലെ നദികളിലെ ജലനിരപ്പും എത്തിയിട്ടില്ല എന്ന് ഈ ഘട്ടത്തിൽ പറയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഇന്നിനി വൈകുന്നേരത്തിന് ശേഷം മഴ വീണ്ടും ആരംഭിക്കുകയാണെങ്കിൽ മാത്രമേ നേരിയ തോതിലെങ്കിലും ആശങ്കയ്ക്ക് വകയുള്ളൂ എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും രാവിലെ മുതൽ മഴ മാറി നിൽക്കുന്നതാണ് ഏറെ ആശ്വാസകരമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം. എന്തായാലും ഈ മലയോര മേഖലയിലാണ് പ്രധാനമായിട്ടും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ശബരിമല പാതയിലേക്ക് അടക്കം ഉള്ള ഭാഗങ്ങളിലൊക്കെ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും അവിടെയൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മറ്റ് ഭാഗങ്ങൾ സീതത്തോട്, തണ്ണിത്തോട് പോലെയുള്ള മലയോര മേഖലകൾ അവിടെ കൃത്യമായിട്ട് ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടലടക്കമുള്ള സാധ്യത മേഖലകളാണ് ആ ഭാഗങ്ങളൊക്കെ. അവിടങ്ങളിൽ പാർക്കുന്ന ആളുകൾ കൃത്യമായിട്ട് ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഒരു വലിയ ആശങ്കാജനകമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് ജില്ലയിൽ മഴ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും നമുക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം. എന്തായാലും ഓറഞ്ച് അലർട്ട് നിലവിൽ ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും മഴ മാറി നിൽക്കുകയാണ് ഇതുവരെ. വൈകുന്നേരം മഴ വീണ്ടും ആരംഭിക്കുകയാണെങ്കിൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയ്ക്ക് വകയുള്ളൂ. നദികളിലും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ടില്ല. കൃഷ്ണപ്രിയ. ശരി ഗോകുൽ, ഇനി നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം. ഇടുക്കിയിൽ കട്ടപ്പനയിൽ നിന്നും സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, എങ്ങനെയാണ് അവിടുത്തെ ഒരു മഴയുടെ ഇപ്പോഴത്തെ അവസ്ഥ? മലയോര മേഖലയിലാണല്ലോ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇടുക്കിയിൽ നിലവിൽ ഇപ്പോഴും ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. പ്രധാനമായും ഇന്നലെ അർദ്ധരാത്രി മുതൽ ശക്തമായ മഴയുണ്ടായിരുന്നു. നിലവിൽ രാവിലെ മഴ ശമിച്ചൊരു സാഹചര്യമാണ്. ജില്ലയുടെ ലോ റേഞ്ചിലും അതുപോലെ തന്നെ ഹൈ റേഞ്ച് മേഖലയിലും എല്ലാം തന്നെ മഴ നിലവിൽ ഇപ്പോൾ മാറി നിൽക്കുകയാണ്. ഇതിൽ ജില്ലയിൽ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയോട് ശക്തമായ മഴയാണ് പെയ്തിരുന്നത്. എഴുകുംവയലിലാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു അനിഷ്ട സംഭവം ഉണ്ടായിട്ടുള്ളത്. ഏകദേശം ഇന്ന് പുലർച്ചയോട് കൂടി ഒരു ഉരുൾപൊട്ടലിന് സമാനമായ മണ്ണിടിച്ചിൽ ഈ മേഖലയിൽ ഉണ്ടായി. പ്രധാനമായും എഴുകുംവയൽ മേഖല, കുട്ടൻകവല മേഖലയിലാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഏകദേശം 2 കർഷകരുടെ 3 ഏക്കറോളം വരുന്ന സ്ഥലം പൂർണ്ണമായും ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിലവിൽ എഴുകുംവയൽ കുട്ടൻകവല റോഡും നിലവിൽ അപകടാവസ്ഥയിലായ ഒരു സാഹചര്യമുണ്ട്. ഈ റോഡിലൂടെ നിലവിൽ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ഭാരവാഹനങ്ങൾ കടന്നു പോകുന്നതിനെല്ലാം തന്നെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും വീണ്ടും മണ്ണിടിയാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് അവിടെ വേണ്ട മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ ജില്ലയിൽ മറ്റ് നിയന്ത്രണങ്ങൾ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായും വിനോദങ്ങൾക്കും അതുപോലെ തന്നെ സാഹസിക വിനോദങ്ങൾക്കും ജീപ്പ് സഫാരിക്കുമെല്ലാം ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിയന്ത്രണം തുടരുകയാണ്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ മേഖല അല്ലെങ്കിൽ സാധ്യത ഉള്ള നിരവധി സ്ഥലങ്ങൾ ഇടുക്കി ജില്ലയിലുണ്ട്. ഈ മേഖലയിൽ അതീവ ജാഗ്രത നിലവിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഴ മാറി നിൽക്കുന്നത് കൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ മഴ തുടരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് തുടരുന്നത് കൊണ്ട് തന്നെ ആവശ്യമായ ജാഗ്രത പുലർത്തണമെന്നുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ സർക്കാർ ഉദ്യോഗസ്ഥരോടും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളോടും ഇതിനു വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കാനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കൂടാതെ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ കൃത്യമായ നിരീക്ഷണം വേണമെന്നൊരു ആവശ്യം ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. പ്രധാനമായും മഴ പെയ്തു കഴിയുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് ഈ മൂന്നാർ ഗ്യാപ്പ് റോഡ്. അതുകൊണ്ട് തന്നെ ആ ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ നിരീക്ഷണം ശക്തമാക്കാനും ഈ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷ ഉറപ്പാക്കാനും
എന്തായാലും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തുടർ നടപടികൾ, അതായത് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളെല്ലാം തന്നെ ഏകോപിച്ചിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നത് കൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ജില്ലയിലെ ചെറു ഡാമുകളെല്ലാം തന്നെ നിലവിൽ നിറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ പാമ്പള ഡാം മാത്രമാണ് തുറന്നിട്ടുള്ളത്. 30 സെന്റിമീറ്റർ ഷട്ടർ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ഇതിന് നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. കൂടാതെ കല്ലാർകുട്ടി ഡാം തുറക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഡാം തുറന്നിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. മഴ കനക്കുകയാണെന്നുണ്ടെങ്കിൽ കല്ലാർകുട്ടി ഡാം തുറക്കേണ്ടതായി വരും. മറ്റ് ഡാമുകളിലെല്ലാം തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. മഴ മാറി നിൽക്കുന്നതിന്റെ ഒരു ആശ്വാസത്തിലാണ് എന്തായാലും മലയോര മേഖലയുള്ളത്. സുബിൻ, അതുപോലെ തന്നെ ഇപ്പോൾ മഴ കനത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്തെങ്കിലും അടച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾക്ക് എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? മാത്രമല്ല, ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇടുക്കി ഡാമൊക്കെ തുറന്ന് വിനോദസഞ്ചാരികൾക്ക് തുറന്നിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ആ ഒരു നിയന്ത്രണങ്ങൾ കൂടി? നിലവിൽ വിനോദസഞ്ചാര മേഖലകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം, ജല വിനോദങ്ങൾക്കും അതുപോലെ തന്നെ സാഹസിക വിനോദങ്ങൾക്കും ജീപ്പ് സഫാരികൾക്കും ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം ഈ അലേർട്ട് മാറുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റുകയും ചെയ്യും. നിലവിൽ ഇപ്പോൾ ഈ ജലവിനോദങ്ങൾക്കും അതുപോലെ തന്നെ സാഹസിക വിനോദങ്ങൾക്കും ജീപ്പ് സഫാരിക്കും മാത്രമാണ് ഈ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് തരത്തിൽ ജില്ലയിലെ ടൂറിസം മേഖലകളിലൊന്നും തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടൂറിസ്റ്റുകൾക്ക് അതോടൊപ്പം തന്നെ ഈ ടൂറിസം മേഖലയിലേക്ക് എത്തുന്ന ആളുകൾ, അതായത് അപകടകരമായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വേണ്ട സുരക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അല്ലെങ്കിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം എന്തായാലും മുമ്പോട്ട് വച്ചിട്ടുണ്ട്. ശരി സുബിൻ, വീണ്ടും നമുക്ക് തിരുവനന്തപുരത്തേക്ക് വരാം. തിരുവനന്തപുരം വേളിയിൽ നിന്നും ശ്രീനന്ദ കൂടെ ചേരുന്നുണ്ട്. ശ്രീനന്ദ, അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? ഇനി നാളെയും മഴ തുടരും, നാളെയും അലേർട്ടുകൾക്ക് മാറ്റമുണ്ടാകുമോ? കൃഷ്ണ, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വേളിയിലാണ്. ഒരു വീടിൻ്റെ മുൻവശത്താണ് ഞാൻ നിൽക്കുന്നതെന്നാണ് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല. കാരണം വീടിൻ്റെ ചുറ്റും വെള്ളക്കെട്ടാണ്, രൂക്ഷമായ വെള്ളക്കെട്ടാണ്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് മുൻപ് കൂടി അലേർട്ടുകളിൽ വ്യത്യാസം വന്നപ്പോൾ തിരുവനന്തപുരത്ത് ഓറഞ്ച് അലേർട്ട് തന്നെയായിരുന്നു. അതിൽ യാതൊരുവിധ വ്യത്യാസവും വന്നിട്ടില്ല. ഈ ഒരു വെള്ളക്കെട്ടിലൂടെയാണ് ഈ വീട്ടിലെ രണ്ട് വൃദ്ധരായ മാതാപിതാക്കളാണ് ഈ വീട്ടിലുള്ളത്. ഇവർ രണ്ടുപേരും മാത്രമാണ് ഈ വീട്ടിലുള്ളത്. അവർ വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണ് ഈ വെള്ളക്കെട്ടിലൂടെ യാത്ര ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. 2 ദിവസമായി ഇവിടെ തുടർച്ചയായി വെള്ളക്കെട്ട് എന്നാണ് നമുക്ക് ഇവരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അമ്മ, എത്ര ദിവസം ഇവിടെ ഇങ്ങനെ വെള്ളം കയറി തുടങ്ങിയിട്ട്? ഇവിടെ ഇപ്പം മഴ പെയ്താൽ ഈ മുറ്റത്ത് വെള്ളം നിറയും. എത്ര വർഷം കൊണ്ടായിരിങ്ങനെ? ഇതിപ്പോൾ ഒരു കഴിഞ്ഞ 2 വർഷങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കാരണം നമ്മളിവിടെ വന്നിട്ട് 10-30 വർഷത്തോളം ആകാൻ പോകുന്നു. നല്ല മണ്ണായിരുന്നു. ഈ മണ്ണിൽ തന്നെ രാത്രി കിടന്നുറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇവിടെ വട്ടത്തിയിരുന്ന്. ഇവിടെ എന്തെങ്കിലുമൊക്കെ, ഞാൻ കുറച്ചൊക്കെ വെളിയിൽ പാലിറ്റി കെയർ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു മീറ്റിങ്ങൊക്കെ കൂടെ തന്നെ നമ്മൾ കസേരയിട്ട് ഈ മുറ്റത്തിരുന്നാണ് നമ്മൾ കൂടുന്നത്. നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഇവിടെ. പക്ഷേ ഇപ്പോൾ ഈ 2 വർഷം കൊണ്ട് ഒരു ദിവസം ഈ ചുവന്ന അട്ടയും ഒരു തരം പുഴുക്കളും അതൊക്കെയാണ് നമ്മളെ വീട് ഭരിക്കുന്നത്. നമ്മളല്ല ഇപ്പം വീട് ഭരിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ മഴയ്ക്ക് ശേഷം ഇതുണ്ടായതാണ്. അപ്പോൾ അതിനെ തന്നെ നുള്ളിയും പറക്കി ഇപ്പോൾ ഒരുവിധം വെയിൽ കണ്ട് ഞാൻ താമസം ആയപ്പോഴത്തേക്ക് ഞാൻ കഴിഞ്ഞ മഴ തൊട്ട് ഇവിടെ അടുത്തുള്ള വീടുകളിലാണ് എന്നെ കൊണ്ടുപോയി ആളുകൾ കിടത്തിയത്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ചവിട്ടി കയറുമ്പോൾ ഇത് കണ്ടോ, ഈ ചവിട്ടി ഇങ്ങനെ കയറുന്ന ഈ വെള്ളമല്ലേ, അപ്പോൾ ഇതിനകമൊക്കെ നനഞ്ഞിങ്ങനെ വരെയാ. അത് എത്ര ദിവസം ഈ വെള്ളമൊക്കെ ഒന്ന് മാറി കഴിയാൻ വേണ്ടിയിട്ട്? ഇത് മഴ മാറി ഈ നല്ല വെയിലൊക്കെ വന്ന് 3-4 ദിവസം കഴിയുമ്പോൾ പയ്യെ നിന്ന് വറ്റത്തേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ മോട്ടർ കൊണ്ടിട്ടൊക്കെ അടിച്ചു, ഒരു രക്ഷയും ഇല്ല. മോട്ടറിട്ട് അടിച്ചു കഴിയുമ്പം 4 അറ്റോളം വെള്ളം വീണ്ടും ഇവിടെ എത്തും. പൊഴി മുറിക്കുന്നതിനുള്ള താമസമാണോ? പൊഴി മുറിക്കുമ്പം ഇപ്പം പൊഴി മുറിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോഴത്തേക്കും കുറച്ച് വെള്ളം ഇങ്ങനെ പറ്റും. പക്ഷേ വീണ്ടും മഴ വരുമ്പോൾ ഈ ഇതുവരെ കയറും. ഈ പടി വരെ ഇനി വെള്ളമായി. ഇത് കണ്ടോ ഈ അടയാളം? തീർച്ചയായിട്ടും ഈ വീടിന്റെ ചുറ്റുമുള്ള ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടാൽ മനസ്സിലാകും. ആ വീടിന്റെ ചുറ്റുവട്ടം മുഴുവനായി വെള്ളത്തിന്റെ ഒരു കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. വെള്ളമാണ് ഈ വീടിന്റെ ചുറ്റുവട്ടത്തും മുഴുവനും വെള്ളമാണ്. ഈ ഒരു വീട് തന്നെ ഒരു എപ്പോഴും വേണമെങ്കിലും നിലം പതിക്കാവുന്ന ഒരു രീതിയിലാണ് ഈ വീട് മുഴുവനായി നിൽക്കുന്നത്. വീടും അതുപോലെ തന്നെ അതിന്റെ പരിസര പ്രദേശങ്ങളും എല്ലാം വെള്ളത്തിന്റെ മൊത്തം മുഴുവനായി വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്
നിലവിലുള്ളത്. എന്തായാലും ഇനി എത്ര ദിവസത്തോളം ഈ ഒരു വെള്ളക്കെട്ട് തുടരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ അറിവും ഇവർക്കില്ല. ഇവർ വളരെയധികം കഷ്ടപ്പെട്ടാണ് രോഗബാധിതരായ ഒരു അച്ഛനും അമ്മയുമാണ് ഈ വീട്ടിലുള്ളത്. ഇവർ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ ഒരു വെള്ളത്തിൽ ചവിട്ടി വേണം ഇവരുടെ വീട്ടിനുള്ളിലേക്ക് കയറാൻ. അപ്പോൾ നിരവധി കൊതുകും കൂത്താടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മഴ സമയമാകുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ രോഗബാധിതർ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ എന്തായിരിക്കും ഈ ഒരു ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്ന ഇവരുടെ അവസ്ഥയെന്ന് നമുക്ക് ഊഹിക്കാവുന്നത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരം ജില്ലയ്ക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും വരും മണിക്കൂറിൽ മഴ ശക്തിപ്പെടാനുള്ള സാധ്യതകളുണ്ടെന്നും കളക്ടർ മുൻപ് തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും ഈ ഒരു അവസ്ഥ തിരുവനന്തപുരം ജില്ലയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലുമുണ്ട്. പക്ഷേ ഇതൊരൊറ്റ വീട്ടുകാരുടെ മാത്രം കാര്യമല്ല, നിരവധി വീടുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. പക്ഷേ നമ്മളോട് സംസാരിക്കാനും ഈ ഒരു കാര്യം പറയാനും ഈ ഒരു അമ്മ വളരെയധികം വിഷമത്തോടു കൂടിയാണ് നമ്മളെ സമീപിച്ചത്. ഈ ഒരു അവസ്ഥ അവർ നിരവധി തവണ അധികാരികളോട് പറഞ്ഞിരുന്നുവെങ്കിലും യാതൊരുവിധ നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഈ ഒരു അവസ്ഥയാണ് തിരുവനന്തപുരത്തിൻ്റേത് എന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. കൃഷ്ണ.